സ്പോർട്സ് പിച്ച് പ്രേക്ഷകർക്ക് നമസ്കാരം. ചെന്നൈ സൂപ്പർ കിങ്സിന്റെ ക്യാപ്റ്റൻ ഋതുരാജ് ഗേക്വാദിനെ കുറിച്ച് നിങ്ങൾക്ക് എന്താണ് അഭിപ്രായം? അദ്ദേഹത്തിന്റെ ഫോം ഔട്ടുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് പലതരത്തിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാം. കാരണം ഇത്രയായിട്ടും ഒരു നല്ല ഗെയിം കാഴ്ചവെക്കാൻ ഇത്രയധികം ഇന്നിങ്സുകളിലായി ഒന്ന് രണ്ട് സാഹചര്യങ്ങളിൽ മാത്രമേ അദ്ദേഹത്തിന് സാധിച്ചിട്ടുള്ളൂ. അപ്പോഴും വിലങ്ങുതടിയാകുന്നത് അദ്ദേഹത്തിൻ്റെ സ്ട്രൈക്ക് റേറ്റ് ആണ്. ഒരു ടെസ്റ്റ് പ്ലെയർ അല്ലെങ്കിൽ ഒരു ODI പ്ലെയർ കളിക്കുന്നത് പോലെയാണ് അദ്ദേഹം T20യിൽ കളിക്കുന്നത്. പവർ പ്ലേ അതുകൊണ്ട് തന്നെ ചെന്നൈ സൂപ്പർ കിങ്സിനെ മതിയായ രീതിയിൽ ഉപയോഗിക്കാൻ പറ്റുന്നില്ല. അമിതമായ ഒരു പ്രഷർ സഞ്ജുവിന് വരുന്നുണ്ടോ എന്ന് പോലും നമുക്ക് തോന്നും. കാരണം ഒരു ഹിറ്റർ ബാറ്റ്സ്മാൻ ആ പവർ പ്ലേയിൽ ഒരു മികച്ച രീതിയിൽ ഹിറ്റ് ചെയ്ത് മാക്സിമം റൺ അടിക്കുന്ന സാഹചര്യത്തിലേക്ക് ചെന്നൈ സൂപ്പർ കിങ്സിനെ കൊണ്ടുപോകുന്നില്ല. ഋതുരാജ് ഗേക്വാദ് സിംഗിളുകൾ എടുക്കാനും ഡബിളുകൾ എടുക്കാനും കൂടി വന്നാൽ ഒരു 4 അടിക്കാനും ഒക്കെയാണ് ശ്രമിക്കുന്നത്. ബിഗ് ഹിറ്റുകളിലേക്ക് തുടക്കം തന്നെ ശ്രമിക്കുന്നില്ല. ഇനി ഓപ്പണിംഗ്, അതായത് ആദ്യ ബാറ്റിംഗ് തന്നെ കയറിയാലും ഋതുരാജ് ഗേക്വാദ് വളരെ സ്ലോ ആയിട്ടാണ് ഇന്നിങ്സ് ബിൽഡ് ചെയ്യുന്നത്. ഒരു പേഴ്സണൽ മൈൽ സ്റ്റോൺ അല്ലെങ്കിൽ ഫോമിലേക്ക് തിരിച്ചു വരണം എന്നൊക്കെ ഒരു കോൺഷ്യസ്ലി എഫേർട്ട് എടുക്കുന്നത് പോലെ. സത്യസന്ധമായി പറഞ്ഞാൽ ഒരു തുടക്ക ബാറ്റിംഗ് സമയത്ത് മാക്സിമം റൺ അടിച്ച് എതിർ ടീമിനെ കൂടുതൽ പ്രഷറിലാക്കി ഇനി വരുന്ന ബാറ്റ്സ്മാൻമാർക്ക് നല്ലൊരു വിളനിലം ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ളതാണ് ഓപ്പണിങ്ങിൽ ചെയ്യേണ്ടത്. പക്ഷേ സഞ്ജു സാംസണിന് ഒരു ധൈര്യം കൊടുക്കുന്ന അല്ലെങ്കിൽ പാർട്ട്ണർഷിപ്പ് കൊടുക്കുന്ന തരത്തിൽ ഒരു വൈബ് കിട്ടുന്നില്ല. ഇപ്പോൾ അഭിഷേക് ശർമ്മയും സഞ്ജു സാംസണും കൂടി വേൾഡ് കപ്പിൽ ഓപ്പൺ ചെയ്യുമ്പോൾ നമുക്കറിയാം അഭിഷേക് അല്ലെങ്കിൽ സഞ്ജു രണ്ടുപേരും മാറി മാറി അടിക്കും. കാരണം ആ ഒരു വൈബ് അങ്ങനെയാണ്. കാരണം അഭിഷേക് ശർമ്മ ഉറപ്പായിട്ടും സിംഗിളുകളോ ഡബിളുകളോ ഫോക്കസ് ചെയ്ത് കളിക്കുന്ന ആളല്ല, പവർ പ്ലേ മാക്സിമം ഉപയോഗിക്കുന്ന ആളാണ്. ഇപ്പോൾ ഇന്ന് തന്നെ അഭിഷേക് ശർമ്മ 13 പന്തിൽ 35 റൺസാണ് സൺറൈസേഴ്സിന് വേണ്ടി അടിച്ചത്. അപ്പോൾ ക്ലാസൻ പറയുന്നുണ്ടായിരുന്നു 69 റൺസ് അടിച്ച 43 പന്തിൽ 69 റൺസ് അടിച്ച ക്ലാസൻ പറയുന്നുണ്ടായിരുന്നു അഭിഷേക് തന്ന തുടക്കമാണ് ഇത്തരത്തിലൊരു വലിയ സ്കോറിലേക്ക് 235-ന് 4 എന്ന വലിയ സ്കോറിലേക്ക് എത്തിച്ചത്. അവസാന ഓവറുകളിൽ ക്ലാസനൊക്കെ വലിയ ഒരു പവർ ഹിറ്റിംഗ് ഒന്നും ചെയ്തിട്ടില്ല, എന്നിട്ട് പോലും ആ സ്കോർ എത്തിയത് അഭിഷേക് ശർമ്മയുടെ ആ ഒരു തുടക്കമാണ്. അല്ലെങ്കിൽ ഔട്ടാവുക എന്നുള്ളൊരു രീതിയാണ് അഭിഷേക് ശർമ്മ എടുക്കാറ്. അതുപോലെ ചെന്നൈ സൂപ്പർ കിങ്സിൽ കളിക്കാൻ വേണ്ടി ഒരു താരമില്ല. സഞ്ജു സാംസണിന് എല്ലാ പ്രഷറും നൽകിക്കൊണ്ട് വളരെ സ്ലോ ആയിട്ട് തുടങ്ങുന്ന രീതിയിലാണ് ചെന്നൈ സൂപ്പർ കിങ്സ് കളിക്കുന്നത്. അതെന്ത് ടാക്ടിക്സ് ആണ്, എന്ത് ക്യാപ്റ്റൻസി ടാക്ടിക്സ് ആണ് എന്ന് നമുക്കറിയില്ല. കാരണം ഉർവീസ് പട്ടേലിനെ പോലുള്ള ആളുകൾ ടീമിലുണ്ട്. ഉർവീസ് പട്ടേലിനെ ഓപ്പണിംഗ് കയറ്റണമെന്ന ആവശ്യം ശക്തമായി വരികയാണ്. പക്ഷെ ആര് കേൾക്കാൻ? ഫ്ലെമിംഗ് ആ തീരുമാനത്തിലൂടെ എത്തുമോ എന്നറിയില്ല. പക്ഷേ ഉർവീസ് പട്ടേലും സഞ്ജു സാംസണും ഓപ്പണിംഗ് കയറിയാൽ കുറച്ചുകൂടി നല്ല രീതിയിൽ നമുക്ക് ആ പവർ പ്ലേ വിനിയോഗിക്കാൻ സാധിക്കും. നല്ലൊരു വൈബ് കിട്ടിയാൽ സഞ്ജു സാംസൺ പിന്നെ പറയണ്ടല്ലോ, എങ്ങനെ വേണമെങ്കിലും സഞ്ജു സാംസണിന് കളിക്കാൻ പറ്റും. പക്ഷേ ആദ്യത്തെ വിക്കറ്റ് തന്നെ പോകുമ്പോൾ അല്ലെങ്കിൽ ക്യാപ്റ്റൻ തന്നെ പതറുമ്പോൾ സഞ്ജു അവിടെ നിലയുറപ്പിച്ച് പതിയെ പതിയെ ടീമിനെ ബിൽഡ് ചെയ്യാൻ ശ്രമിക്കുന്ന ഒരു സാഹചര്യമാണ് പല കളികളിലും കണ്ടുവരുന്നത്. സ്വതസിദ്ധമായ രീതിയിൽ ആദ്യം മുതലേ ഹിറ്റ് ചെയ്യുന്ന സഞ്ജുവിൻ്റെ ആ ഒരു രീതി പോലും ഇപ്പോൾ അഡോപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. കാരണം ഓപ്പണിംഗ് ഒരു തകർത്തടിക്കുന്ന ഒരു ബാറ്റ്സ്മാൻ ഓപ്പോസിറ്റായി ഇല്ല. നോക്കുമ്പോൾ ആ ബാറ്റ്സ്മാൻ സ്ട്രഗിൾ ചെയ്യുകയാണ്. സഞ്ജുവിൻ്റെ വിക്കറ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണെന്ന് തോന്നിപ്പിക്കുന്ന രീതിയിലാണ് മറ്റുള്ളവർ കളിക്കുന്നത്. അപ്പോൾ വേൾഡ് കപ്പിലൊക്കെ കളിച്ചതുപോലെ ഹിറ്റ് ചെയ്യുക എന്നുള്ളൊരു ഒറ്റ ചിന്തയിൽ മാത്രം കളിക്കാൻ പറ്റില്ല. ത്രൂ ഔട്ട് ഞാൻ നിന്നാലേ ടീം ജയിക്കുകയുള്ളൂ എന്നൊരു സാഹചര്യത്തിലാണ് സഞ്ജു സാംസൺ കളിക്കുന്നത്. പക്ഷേ ഋതുരാജ് ഗേക്വാദിൻ്റെ ആ ഒരു ക്യാപ്റ്റൻസിയെ കുറിച്ച് തർക്കമൊന്നുമില്ല. കാരണം വളരെ മികച്ച രീതിയിൽ ഋതുരാജ് ഗേക്വാഡ് എന്തെങ്കിലും ഈ ഒരു ടൂർണമെന്റിൽ ചെയ്യുന്നുണ്ടെങ്കിൽ അത് ക്യാപ്റ്റൻസിയാണ്. ഇപ്പോൾ 2 50കൾ അദ്ദേഹം അടിച്ചു കഴിഞ്ഞ മുംബൈ ഇന്ത്യൻസിനെതിരെയും അതിന് മുമ്പത്തെ കളിയിൽ തുടരെ 2 50കൾ അടിച്ചു. പക്ഷേ സ്ട്രൈക്ക് റേറ്റ് ഒരു പ്രശ്നം തന്നെയാണ്. ഇപ്പോൾ 251 റൺസ് മൊത്തത്തിൽ 10 കളികളിൽ നിന്നായി എടുത്തിട്ടുണ്ട്. സഞ്ജു 400+ റൺസ് അടിച്ചിട്ടുണ്ട്. പക്ഷേ ഗേക്വാദിൻ്റെ സ്ട്രൈക്ക് റേറ്റ് ആണ് പ്രശ്നം. ഒരു 2020 ബാറ്റ്സ്മാന് വേണ്ട സ്ട്രൈക്ക് റേറ്റ് അല്ല. ഒരു 50 സ്കോർ തന്നെ 40 എത്രയോ പന്തുകളിൽ നിന്നാണ് അദ്ദേഹം എടുത്തത്.
അത്രയും സ്ലോ ആയ 50 അടിച്ചതിൻ്റെ റെക്കോർഡ് പോലും ഗെയ്ക്വാദ് ആ പട്ടികയിലുണ്ട്. അപ്പോൾ ക്യാപ്റ്റൻസി പക്ഷേ വളരെ മികച്ച രീതിയിലാണ് ഫീൽഡ് പ്ലേസ്മെൻറ്റ്, ബോളർമാരെ ചൂസ് ചെയ്യുന്നത്, വക്കീൽ ഹുസൈൻ, അതുപോലെ നൂർ അഹമ്മദ്, അതുപോലെ ബാക്കിയുള്ള സ്പീഡ് ബോളേഴ്സ് എല്ലാവരും മികച്ച രീതിയിൽ തന്നെയാണ് ഗെയ്ക്വാദ് വിനിയോഗിക്കുന്നത്. അപ്പോൾ ക്യാപ്റ്റൻസിയിൽ തർക്കമില്ല, ഋതുരാജ് ഗെയ്ക്വാദ് ഈസ് എ ബെസ്റ്റ് ക്യാപ്റ്റൻ. പക്ഷേ ബാക്കിയുള്ള സാഹചര്യങ്ങളും കൂടി പരിഗണിച്ചാൽ മാത്രമേ ഋതുരാജ് ഗെയ്ക്വാദിൻ്റെ ആ ഒരു സാന്നിധ്യം CSKക്ക് എത്രത്തോളം നിർണായകമാണെന്ന് മനസ്സിലാവുകയുള്ളൂ. ഒരാളിൽ മാത്രം കേന്ദ്രീകരിച്ച് കളി പോയിട്ട് കാര്യമില്ലല്ലോ, അല്ലെങ്കിൽ സ്ലോ സ്കോറിങ് ഗെയിമായി മാറുന്നു. സഞ്ജു ഇല്ലെങ്കിൽ വളരെ സ്ലോ സ്കോറിംഗ് ആണ് ചെന്നൈയുടെ ഗെയിം. അത്തരത്തിലുള്ള കാര്യങ്ങളൊന്ന് പരിഹരിക്കണം. പക്ഷേ ഋതുരാജ് ഗെയ്ക്വാദിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യം ക്യാപ്റ്റൻസി, പിന്നെ ഒന്ന് മറ്റുള്ളവരെ അപ്രിഷ്യേറ്റ് ചെയ്യുന്നൊരു മെൻറ്റാലിറ്റി. പ്രധാനമായിട്ടും സഞ്ജു സാംസണിനെ കുറിച്ച് ഈ ഡൽഹി ക്യാപിറ്റൽസ് കളി കഴിഞ്ഞ് അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ, സഞ്ജു ഞങ്ങളുടെ ടീമിലെ നെടുന്തൂണാണ് എന്നാണ്. സഞ്ജു സാംസൺ ചെന്നൈ സൂപ്പർ കിങ്സിൻ്റെ നെടുന്തൂണാണ്. സഞ്ജുവിനെ ടീമിൽ ലഭിച്ചതിൽ വളരെയധികം സന്തോഷിക്കുന്നു എന്നാണ് ഋതുരാജ് ഗെയ്ക്വാദ് തുറന്നു പറഞ്ഞത്. അതെല്ലാം വളരെ വലിയൊരു മനസ്സിൻ്റെ ഒരു പ്രതിഫലനമാണ്. കാരണം സഞ്ജു ആൻഡ് ഋതുരാജ് ഗെയ്ക്വാദ് എല്ലാവരും സമകാലീനരാണ്. പക്ഷെ അങ്ങോട്ടും ഇങ്ങോട്ടും ഈഗോയൊന്നും ഇല്ലാതെ പരസ്പരം അപ്രിഷ്യേറ്റ് ചെയ്യുമ്പോൾ ഋതുരാജ് ഗെയ്ക്വാദ് ഒരു നിർണായക ബാറ്റ്സ്മാൻ തന്നെയാണ്. ഓറഞ്ച് ക്യാപ്പ് ഹോൾഡറൊക്കെ ആയിരുന്നു, നമുക്കറിയാം. പക്ഷേ ഈ സീസണിൽ എന്തൊക്കെയോ സംഭവിച്ചു. എന്തായാലും തിരിച്ചു വരട്ടെ, എന്തൊക്കെ പറഞ്ഞാലും തിരിച്ചു വരട്ടെ. നല്ലൊരു മനസ്സിനുടമയാണ് ഋതുരാജ് എന്ന് സഞ്ജുവിനെ കുറിച്ച് പറഞ്ഞ നല്ല വാക്കുകൾ തന്നെ നമുക്കറിയാമല്ലോ. ഈ ടീമിന്റെ നെടുന്തൂണാണ് സഞ്ജു സാംസൺ എന്ന് ഋതുരാജ് ഗെയ്ക്വാദ് പറയുമ്പോൾ ആരാധകർക്കും വളരെയധികം സന്തോഷമാണത്. അപ്പോൾ സഞ്ജു സാംസണിൻ്റെ വെടിക്കെട്ട് ഇനിയുള്ള മാച്ചുകളിലും നമുക്ക് കാണാൻ സാധിക്കട്ടെ. ഋതുരാജും സഞ്ജുവും കൂടി പവർ പ്ലേയിൽ ഒരു മികച്ച റൺസ് പടുത്തുയർത്തുന്നില്ല, നല്ലൊരു പാർട്ട്ണർഷിപ്പ് പടുത്തുയർത്തുന്നില്ല എന്നൊരു വിമർശനവും ഒരു പരാതിയും ഫാൻസിനിടയിലുണ്ട്. അതെല്ലാം മാറ്റാൻ ഋതുരാജിന് സാധിക്കട്ടെ. ഋതുരാജും സഞ്ജുവും ഒരുമിച്ച് ഫോമാകുന്ന മാച്ചുകൾ ഇനി സംഭവിക്കട്ടെ. അങ്ങനെയാണ് നമ്മുടെ ആഗ്രഹം. ഋതുരാജും സഞ്ജുവും ഒരുമിച്ച് നോട്ട് ഔട്ടായി നിന്ന് രണ്ടുപേരും സെഞ്ചുറി അടിക്കട്ടെ. അതൊക്കെ കാണാനാണ് ആരാധകർ കാത്തിരിക്കുന്നത്. അങ്ങനെ ഒരു മുഹൂർത്തം ഉണ്ടാവട്ടെ. എന്താണ് നിങ്ങൾക്ക് തോന്നുന്നത്? സ്പോർട്സ് പ്രേക്ഷകരെ, എന്താണ് നിങ്ങൾക്ക് തോന്നുന്നത്? ഋതുരാജ് ഗെയ്ക്വാദിനെ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താണ്? അദ്ദേഹം എത്തരത്തിലാണ് ഇനി ടീമിനെ നയിക്കേണ്ടത്, അല്ലെങ്കിൽ അദ്ദേഹം എത്തരത്തിൽ ഇനി ഫോം ആവണം എന്നൊക്കെയാണ് നിങ്ങളുടെ അഭിപ്രായം. നിങ്ങൾക്ക് രേഖപ്പെടുത്താം. താങ്ക് യു സോ മച്ച്. പ്രിയപ്പെട്ടവരെ, നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ദയവായി ലൈക്ക് ചെയ്യുക, കൂടുതൽ ആളുകളിലേക്ക് ഷെയർ ചെയ്യുക. പിന്നെ ഇതുപോലുള്ള വളരെ മൂല്യമുള്ള അർത്ഥവത്തായ കഥകൾക്കും വീഡിയോകൾക്കും വേണ്ടി ഞങ്ങളുടെ ഈ ചാനൽ സബ്സ്ക്രൈബും ചെയ്യുക.